നമ്മുടെ ജിജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്, മീൻ വളർത്തൽ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇതിൽ മീൻ വളർത്തുന്ന വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മീൻ വളർത്തണം എന്നൊരു തോന്നല്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി കുറച്ച് 50 മീൻ കുഞ്ഞുങ്ങളെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ട്, ഇത് കണ്ട നമ്മുടെ ബോക്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ നിക്ഷേപിക്കുന്ന വീഡിയോയും അതിനോടനുബന്ധിച്ച് അവരുടെ വലിപ്പം വയ്ക്കുന്ന വീഡിയോകളൊക്കെ ഞാൻ ഇതിലിങ്ങനെ ആഡ് ചെയ്ത് വരാം. അപ്പോൾ അതിന് ചെയ്യുന്നത് എയറേഷൻ കൊടുക്കുന്നതും പമ്പ് വയ്ക്കുന്നതും ഫിൽട്രേഷനും ഒക്കെ ഞാൻ ഓരോ വീഡിയോകളിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മീൻ വളർത്താൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഞാൻ തിലോപ്പിയ കുഞ്ഞുങ്ങളെയാണ്, ബ്ലൂ തിലോപ്പിയ എന്ന് പറഞ്ഞ ഐറ്റമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളാണ്, അത് ഒരു ഇഞ്ച് കഷ്ടി വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണ് വന്നേക്കണേ. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം, കുട്ടികളൊക്കെ സേഫാണെന്ന് നോക്കാം. അത് കഴിഞ്ഞ് ഓരോന്ന് ചെയ്യുന്നത് നമുക്ക് ആൽക്കഹോൾ സ്പ്രേ ചെയ്യാം. ഇത് ഈ കൊറോണയൊക്കെ ഉള്ളതല്ലേ. അപ്പം നമുക്ക് ധൈര്യമായിട്ട് തുറക്കാം, അതിനെ അണുവിമുക്തമാക്കാം. ഓക്കെ, ഇത് പല സ്ഥലത്തും ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്നതല്ലേ, അടിപൊളിയായിട്ട് ഒരു ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല തെർമോക്കോളിൻ്റെ പീസൊക്കെ വെച്ച് അടിപൊളി ബോക്സാണ്. അങ്ങനെ ഇതേ നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾ അടാ, ആഹാ കാണാനുണ്ടോ നിങ്ങൾക്ക്? ഓടിക്കളിക്കണുണ്ടോ? ഒന്നും ചത്തുപോയിട്ടൊന്നുമില്ല, എല്ലാവരും നല്ല ആരോഗ്യപരമാണെന്ന് തോന്നുന്നു. ഇനി അവരെ ഒന്ന് ട്രീറ്റ് ചെയ്തിട്ട് ഇടാം നമുക്ക് അതിലേക്ക്. ഓക്കെ, നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന വെള്ളത്തിലൊരു 10-15 മിനിറ്റ് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് വെക്കാം. ഞാൻ ഈ ഡ്രമ്മിലാണ് ചെയ്യുന്നത് കേട്ടോ. ഡ്രം ഒരു 3 ഡ്രം കൂടി ഉണ്ട്. ഫസ്റ്റ് കുറച്ച് നാൾ ഇതിലിട്ട് വളർത്തിയതിന് ശേഷം മറ്റുള്ള ഡ്രമ്മുകളിലേക്ക് ഇവരെ ഡിവൈഡ് ചെയ്തിടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ വെള്ളത്തിൽ 10 മിനിറ്റ് നേരം കിടക്കട്ടെ. അപ്പോഴേക്ക് ആ ടെമ്പറേച്ചറുമായിട്ട് ആ വെള്ളമായിട്ട് ഒന്ന് യൂസ് ആവും. അതുപോലെ ഞാൻ അതിനുള്ള എയറേഷൻ്റെ പമ്പ് ഞാൻ മേടിച്ചേക്കണത് ഈ കമ്പനിയുടെയാണ്. ഇത് 4 എണ്ണം ഉണ്ട്. 4 ഡ്രമ്മിലേക്ക് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇത് മേടിച്ചേക്കണത്. 4 ഡ്രമ്മിലേക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇത് മതിയാവുമെന്ന് വിചാരിക്കണം. കുഴപ്പമില്ലാന്ന് തോന്നുന്നു, അത്യാവശ്യം എയർ ഉണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ നമുക്ക് നിക്ഷേപിക്കുന്നതിന് പകരം നമുക്ക് pH ഒന്ന് നോക്കണം. നമ്മുടെ pH 7 ഒരു 6-നും 8-നും ഇടയ്ക്ക് നിൽക്കണം എന്നാണ് പറയണത് അവർ. അപ്പോൾ നമുക്ക് pH നമ്മുടെ ഇത് pH കറക്റ്റാണോ എന്ന് നോക്കാം. ഞങ്ങൾക്ക് ശരിയാക്കി വെച്ചായിരുന്നു, 0 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം pH. ഇപ്പോൾ 8-നും ഒക്കെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. 7 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു 7.16 ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാം, അതിൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് പൊട്ടിച്ചവർ ഭയങ്കര സേഫ്റ്റി ആയിട്ടാണ് വിട്ടേക്കുന്നത്. നമുക്ക് അഴിച്ചിട്ട് ഇതിലേക്ക് ഒരു പറയണ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അത് കഴിഞ്ഞ് നമുക്ക് ട്രീറ്റ് ചെയ്യണം. ഈ വെള്ളം ഒരിക്കലും അതിലേക്ക് ഒഴിക്കരുത്. ഇതിൽ വെള്ളത്തിൽ നിങ്ങൾ ചാടുന്നുണ്ട് അവർ. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഓരോ കപ്പായിട്ട് നമുക്ക് അതിലേക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളത്തിനൊരു മണമൊക്കെ ഉണ്ട്, പൊട്ടും മണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത്, ഇത് 4ാമത്തെ കപ്പ് വെള്ളമാണ് അതിലേക്ക് ആഡ് ചെയ്യണം. 4 കപ്പ് വെള്ളം ആഡ് ചെയ്തു. അപ്പോൾ ആ വെള്ളവും ഈ വെള്ളവും കൂടി മിക്സായി വേണ്ട കവറിൽ. ഈ വെള്ളം നമ്മൾ ഒരിക്കലും അതിലേക്ക് ഒഴിക്കാൻ പാടില്ല. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആ വെള്ളത്തിലുണ്ടെങ്കിൽ പിന്നെ അത് മറ്റേ നമ്മുടെ
മീനിടാൻ ഉദ്ദേശിക്കുന്ന വെള്ളത്തിലേക്ക് അത് കലരും. അപ്പോൾ മീനുകൾക്ക് കേടുവരും. നമുക്കിത് ഇവനെ ഇങ്ങോട്ട് ഈ വെള്ളം കളഞ്ഞ് അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ട്രീറ്റ് ചെയ്യണം. ഇച്ചിരി ഉപ്പിട്ടിട്ടേ, നമുക്ക് അയഡിൻ ഇല്ലാത്ത നമ്മുടെ സീ സോൾട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അയഡിൻ ഇല്ലാത്ത ഉപ്പാണ് ഉപയോഗിക്കാൻ പറയണത്. അപ്പോൾ അതിട്ടിട്ടുള്ള വെള്ളത്തിൽ അവരെ ഒന്ന് മുക്കിയിട്ട്, പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അതിൻ്റെ ഇല്ല, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കലക്കിയിട്ട് അതിലൊന്ന് മുക്കി 10 മിനിറ്റ് നേരം മുക്കിയിട്ട് അതൊന്ന് വല്ല ഫംഗസ് ഉണ്ടെങ്കിൽ പോകാനാണത്. മീൻ ഫംഗസ് ഉണ്ടെങ്കിൽ അത് പോയി നല്ലോണം അലിയിച്ചിട്ട് നമ്മൾ ഈ വെള്ളം നമ്മൾ ആഡ് ചെയ്ത വെള്ളം നമ്മൾ ഒഴിവാക്കുകയാണ്. കുഞ്ഞുങ്ങളെ നമ്മൾ അരിച്ചെടുക്കുകയാണ്. വെള്ളം കളഞ്ഞു. അല്ല, മീൻ കുഞ്ഞുങ്ങൾ അതിലുണ്ട്. അവരെയാണ് ഇനി നമ്മൾ ഈ ഉപ്പ് വെള്ളത്തിൽ മുക്കുക. ഒരു 10 മിനിറ്റ് അവരെന്നെ ആ ഉപ്പ് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമ്മൾ ആ ടാങ്കിലെ വെള്ളം തന്നെയാണ് ഈ എടുത്ത് വെച്ചേക്കണത്. അതിലൊന്ന് മുക്കിയിട്ട് അതിൽ അവരുടെ മേത്ത് വല്ല ഫംഗസോ അതൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപ്പ് വെള്ളത്തിൽ മുക്കണത്. നമ്മളതിൽ നിന്ന് എടുക്കുകയാണ്. ഇനി അധികം നേരം എടുത്തു കഴിഞ്ഞാൽ അതിൽ ചത്തുപോകുമെന്ന് നമുക്കറിയില്ല. അത് നല്ല വെള്ളത്തിൽ മുക്കുകയാണ്. നല്ല വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരം ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് അതിന് പിടിച്ചിട്ട് എണ്ണീട്ട് ഇടാം. ഓക്കെ, ഏകദേശം കൊടുക്കാം. കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് പിടിച്ചിട്ട് ഓരോരുത്തരെ എണ്ണീട്ടിടാം. നമുക്ക് ഇതിലിപ്പോൾ എത്ര ഉണ്ട്? 1 2 3 4 5 6 7. അപ്പോൾ മീന് നമ്മൾ ഇതിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഡയറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. 4 എണ്ണത്തിലേക്ക് കൊടുക്കേണ്ട ഡയറേഷനാണ് ഒന്നിച്ച് കൊടുത്തേക്കണേ. വേണ്ട നല്ലോണം എയറുണ്ട്. അപ്പോൾ ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ട് കുട്ടികളുടെ ഗ്രോത്ത് അനുസരിച്ച് നമ്മൾ ഡ്രമ്മുകൾ വെച്ചിട്ട് അതിലേക്ക് 10 വീതം 10-15 വീതം മാറ്റി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഓരോ വീഡിയോകൾ ഞാൻ ഇടാം. ഇപ്പോൾ ഇനി ഫിൽട്രേഷൻ വെക്കണത്, ഫിൽട്രേഷൻ ഇത് ചെയ്യണത്, ഇപ്പം അതിന് മോട്ടർ വെക്കണത്, രസം നമുക്ക് ഇത് ചെയ്യാവുന്നവർക്കൊക്കെ എൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ്. ഈ ഡ്രമ്മിൽ നമുക്കിത് വളർത്താൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഡ്രമ്മിൽ വളർത്താൻ പറ്റുവാണെങ്കിൽ ഗ്രേറ്റ് ആണ്. നമുക്ക് നന്നായി മീൻ വളർത്താൻ പറ്റും. അപ്പോൾ അത് ഒരു പരീക്ഷണം കൂടിയാണ്. അപ്പോൾ ഇതിൽ മൊത്തം ഇപ്പോൾ ഞാൻ 50 എണ്ണ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ 62 കുഞ്ഞുങ്ങളെ വിട്ടിട്ടുണ്ടായിരുന്നു. 62 കുഞ്ഞുങ്ങളും വലിയ കുഴപ്പമില്ല, ചെറുതുകൊണ്ട് വലുതുമുണ്ട്. അപ്പോൾ അതിൽ മിക്സാണ് കുട്ടികൾ. അപ്പോൾ നമ്മൾ ഇനി തിരിക്കുമ്പോൾ വലുതിനെ വേറെ, അതിൻ്റെ ചെറുതിനെ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് മാറ്റിയിടാം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ അവർ എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു ഫുഡും കൂടിയും അയച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ദിവസത്തേക്കുള്ളൊരു ഫുഡ്. ഫീഡ് അവർ ഓൾറെഡി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്, കുറച്ച് ദിവസത്തേക്കുള്ളത്. ഇത് ഇനി കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ടോ. അപ്പോൾ ഇതെന്തായാലും ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് ഫുഡ് കൊടുക്കണുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ആയിട്ടൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ ഫുഡ് ഒക്കെ കൊടുക്കുള്ളൂ. ഫുഡ് അവരെടുക്കുകയുള്ളൂ. അപ്പോൾ അതിന് മുന്നേ അവർക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി അവർ ഈ വെള്ളമായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ആയിട്ട് വേണം നമുക്ക് അവർക്ക് ഫുഡ് കൊടുത്തു കൊടുക്കാൻ. അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല. അല്ല, എല്ലാവരും കൂടി നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവരുടെ വളർച്ചയെ ഇതും അതുപോലെ റേഷനും മറ്റേ ഫിൽട്രേഷനും മോട്ടോർ ഫിറ്റ് ചെയ്യുന്നതും ഒക്കെ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് നമുക്കിടാം. അതിനെ പിടിച്ച് വറുത്ത് കഴിക്കുന്ന വരെയുള്ള വീഡിയോകൾ. ഓക്കെ, നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.